ഇന്ന് മെയ് 9 ഇന്ന് OTT റിലീസ് ചെയ്ത വിവിധ സിനിമാ സീരീസുകളുടെ ഇതുൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തേത് ദി റോയൽസ് എന്ന ഹിന്ദി ഡയറക്റ്റ് OTT സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഈ ഹിന്ദി സീരീസ് ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ആയിരിക്കുകയാണ്. ഹിന്ദിക്ക് പുറമെ ഈ ഹിന്ദി സീരീസ് ഹിന്ദി, തമിഴ്, തെലുഗു, ഇംഗ്ലീഷ് ഭാഷകളിൽ കൂടി ലഭ്യമാണ്. സീരീസിന് 8 എപ്പിസോഡുകളുണ്ട്. രണ്ടാമത്തേത് 10 ഹവേഴ്സ് എന്നൊരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിബി സത്യരാജ് നായകനെത്തിയ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. നേരത്തെ ആമസോൺ പ്രൈമിലൂടെ വിദേശ രാജ്യങ്ങളിൽ OTT റിലീസായ ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന സിനിമ ഇപ്പോഴത്തെ ഇന്ത്യയിൽ കൂടി റിലീസ് ആയിരിക്കുകയാണ്. വിജയരാഘവൻ സിനിമ ഇന്നാണ് ആമസോൺ പ്രൈമിലൂടെ ഇന്ത്യയിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ കൂടി ഇപ്പോൾ ലഭ്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു തെലുഗു സിനിമ കൂടി റിലീസ് ആയിട്ടുണ്ട്. ETV വിൻ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത സിനിമയുടെ പേര് അക്കട അമ്മായി ഇക്കട അബ്ബായി എന്നാണ്. ഈ ചിത്രം തെലുഗു ഭാഷയിൽ മാത്രമാണ് റിലീസ് ആയിരിക്കുന്നത്. ദി ഡിപ്ലോമാറ്റ് എന്ന ജോൺ എബ്രഹാം സിനിമ കൂടി ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് സിനിമ OTT റിലീസ് ആയിരിക്കുകയാണ്. സിനിമയ്ക്ക് 2 മണിക്കൂർ 12 മിനിറ്റ് ആണ് നെറ്റ്ഫ്ലിക്സിന്റെ ഡ്യൂറേഷൻ. 2022 മറ്റു തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഇന്ദ്രൻസ് നായകനെത്തിയ സിനിമയാണ് പ്രതി നിരപരാധിയാണോ. ചിത്രം ഇപ്പോഴത്തെ മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയിട്ടുണ്ട്. അടുത്തത് ഹിറ്റ് 3 എന്ന നാനി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തെലുഗു സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി ഒരു ക്ലീൻ പോസിറ്റീവ് ലഭ്യമായില്ല എങ്കിൽ പോലും തിയേറ്ററുകളിലെ മികച്ച കളക്ഷൻ നേടിയെടുത്ത് വിജയിച്ച സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഏപ്രിൽ മാസം അവസാനത്തെ ആഴ്ച സിനിമ പാനത്തൻ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആകുന്നതാണ്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക അപ്ഡേറ്റ് ആണ്. ഒരുപാട് പ്രേക്ഷകർക്ക് മമ്മൂട്ടിയുടെ കഴിഞ്ഞ ഒരുപാട് പരാജയ സിനിമകളിൽ ഒന്നുകൂടി ഈ ബസൂക്കയുടെ OTT അപ്ഡേറ്റ് അറിയണം. പക്ഷേ കൃത്യമായി OTT അപ്ഡേറ്റ് ഇനിയും നമുക്ക് ലഭ്യമല്ല. എങ്കിൽ പോലും അവസാന അപ്ഡേറ്റിൽ പറഞ്ഞതുപോലെ C5 സിനിമ സ്വന്തമാക്കിയെന്നൊക്കെ അൺഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഈ മെയ് മാസം തന്നെ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സിനിമയുടെ OTT പ്രഖ്യാപനത്തിനായിട്ട് ബസൂക്കയുടെ പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം.